അധികാരികളുടെ അവഗണനയിൽ ബന്ദിയോടടുക്ക പട്ടികജാതി ഉന്നതി റോഡ് പൂർണ്ണമായും തകർന്നു. മഴക്കാലമായാൽ വെള്ളക്കെട്ടും ചെളിയും വിട്ടൊഴിയാത്ത റോഡിലൂടെ സാഹസികമായാണ് വിദ്യാർത്ഥികൾ അടക്കമുള്ള പ്രദേശവാസികൾ കടന്നുപോകുന്നത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. എൻ്റെ മോള് ഇന്നലെ സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്കും പാപ്പ വീണതില്ല കാല് വീണിട്ട് ഷൂ എല്ലാം ഇടി ചണ്ടി മുദ്ദ. പിന്നെ ഞങ്ങൾക്ക് മഴ വന്നെങ്കിൽ അടുത്തോളം വരുന്നു വെള്ളം, ഞങ്ങൾക്ക് നടക്കാനാണ്. വർഷങ്ങളായി തകർന്ന് തരിപ്പണമായി കിടക്കുന്ന മംഗൽപാടി ഗ്രാമപഞ്ചായത്തിലെ അടുക്ക പട്ടികജാതി ഉന്നതി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നത് പ്രദേശവാസികൾ കാലങ്ങളായി മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യമാണ്. എന്നാൽ ഇതിനെ ഒരു തരത്തിലും പരിഗണിക്കാതെ പാടെ അവഗണിക്കുന്ന അധികൃതർക്കെതിരെ നാട്ടുകാരിൽ ശക്തമായ പ്രതിഷേധം പുകയുകയാണിപ്പോൾ. മഴക്കാലമായതോടെ ചെളിയും വെള്ളക്കെട്ടും നിറഞ്ഞ് പൂർണ്ണമായും ഗതാഗതയോഗ്യമല്ലാത്ത നിലയിലാണിപ്പോൾ ഈ റോഡ്. ഇതേ പഞ്ചായത്തിലെ തന്നെ മറ്റു വാർഡുകളിലെ ഇടവഴികളും നടപ്പാതകളുമെല്ലാം ഇന്റർലോക്ക് ഭാഗിയും മറ്റും നവീകരിക്കുമ്പോൾ തന്നെയാണ് ഇവിടുത്തുകാർക്ക് ഈ ഒരു ദുർഗതി നേരിടേണ്ടി വരുന്നത്. എന്ത് പരിസ്ഥിതി 25 മീറ്റർ ഉണ്ടാവും, ഇത്രയേ ഉള്ളത്. ബാക്കി അവിടെ നിന്ന് ഇവിടെ ഇതെല്ലാം തന്നി വന്നിട്ട് ഇത് എങ്ങനെ പോകുന്ന അറിയില്ല. ഇപ്പം ഞങ്ങളെ പിള്ളേർ ബാംഗ്ലൂരിലുണ്ട്, വേറെ എന്തല്ല വേറെ കാറിൽ വന്നാൽ ഇന്ന് പുളു ഇങ്ങനെ പുഴയിൽ പോയാൽ മാത്രമേ ആവും കാറ്. പിള്ളേർ വന്നിട്ടില്ല, പരീക്ഷ മുന്നേ പരീക്ഷ ആയിക്കൊണ്ടുണ്ടായിരുന്നു. ഇത് പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് BJP വാർഡായത് കൊണ്ട് മാത്രം തോന്നുന്നു നമുക്ക്. തിരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ മാത്രം വാഗ്ദാനങ്ങളുമായി എത്തുന്ന രാഷ്ട്രീയ പാർട്ടി നേതാക്കളും പ്രവർത്തകരും അത് കഴിഞ്ഞാൽ പിന്നീട് ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാറില്ല എന്നതാണ് നാളിതുവരെയായുള്ള ഇവരുടെ അനുഭവം. ഒരു ഇത് ലാരിക്കലേക്ക് വരുന്നില്ല, ആരും കേൾക്കുന്നുമില്ല. എപ്പോഴും വള്ളത്തിൽ പോകുന്നു, ഒരു മഴ വന്നെങ്കിൽ വള്ളത്തിൽ പോകുന്നു. ഞാനിവിടെ വരുന്ന ഒരു 6 മാസം അധികമായി. അപ്പോൾ അങ്ങനെ ഇങ്ങനെയുണ്ട്. മഴ വന്ന പിന്നീട് പോകാൻ എന്നാന്നില്ല, വെള്ളമെല്ലാം നിറഞ്ഞിട്ട് എന്താ അറിയുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. പ്രദേശവാസികൾ മാത്രമല്ല, ഇതുവഴി കടന്നുപോകുന്ന മറ്റെല്ലാ യാത്രക്കാരും റോഡിന്റെ ഈ പരിതാപകരമായ അവസ്ഥയിൽ അത്ഭുതം കൂറുന്നു. റോഡിലൂടെ കാൽനട പോലും സാധ്യമല്ലാത്തതിനാൽ സാധാരണക്കാരായ ഇവിടുത്തെ കുടുംബങ്ങൾ നേരിടുന്ന പ്രതിസന്ധികളും പ്രയാസങ്ങളും പലതാണ്. സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾക്ക് ചെളിയിൽ പുരളാതെ ക്ലാസ്സുകളിലെത്താൻ കഴിയാറില്ല. രോഗികളെയും ഗർഭിണികളെയും അടിയന്തരമായി ആശുപത്രികളിലേക്ക് എത്തിക്കേണ്ടി വരുന്ന സാഹചര്യത്തിലും റോഡിന്റെ ഈ ദുരിതാവസ്ഥ വലിയ വെല്ലുവിളിയായി മാറുന്നു. ഇത്ര സമയമായിട്ട് ഈ റോഡ് ഇങ്ങനെ ഉണ്ട്, ഞങ്ങൾക്ക് അങ്ങ് പോകാനില്ല. ഞങ്ങളെ ഇങ്ങനെ അവഹേളിക്കുന്നതിന് ഇവിടെ മാത്രം എല്ലായിടത്തും റോഡ് ഇന്റർലോക്ക് ഇനി എല്ലാം ഇനി ഇത് എത്ര കൊല്ലായി ഇങ്ങനെ അന്ത് റോഡ്. ഉടനെ ഗ്രാമസഭ എല്ലാന്ന് അപ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. അതിന് പിന്നെ മെമ്പറിലെ പോയിട്ടുണ്ട്, മെമ്പർക്കറിയും. അറ്റകുറ്റപ്പണികൾ കൂടി വരുന്നതിനാൽ ഭൂരിഭാഗം ഓട്ടോറിക്ഷകളും ഇതുവഴി സർവീസ് നടത്താറില്ല. ഇങ്ങനെ സഞ്ചാര സൗകര്യം മുടങ്ങിയതിനാൽ എല്ലാ തരത്തിലും പൊറുതിമുട്ടുകയാണ് ഈ നാട്ടുകാർ. ഇനിയെങ്കിലും ഉത്തരവാദപ്പെട്ട അധികാരികൾ കണ്ടറിഞ്ഞ് കാര്യങ്ങൾ ചെയ്ത് തങ്ങൾക്ക് ശാപമോക്ഷം നൽകണമെന്നാണ് അടുക്ക നിവാസികൾ ഒന്നടങ്കം അഭ്യർത്ഥിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഉപ്പള.